ഹലോ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്. സൈലത്തിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. ഈ വർഷം ക്ലാസ് 9 CBSE ഉഷാറായി പഠിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മോഷൻ. മോഷൻ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളതിൽ കൺഫ്യൂഷൻ ആകുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നാൽ ഒരുപാട് പേര് കൺഫ്യൂഷനാണ്, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ആ കൺഫ്യൂഷൻ ഈ വീഡിയോയിൽ തീർക്കാം. റെഡി അല്ലേ? നോക്കിക്കൊടുക്കളെ, ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് എ എന്ന് പറയുന്ന ആളുടെ വീടാണ്, ഇത് ബി എന്ന് പറയുന്ന ആളുടെ വീടാണ്. സപ്പോസ് ഇവിടെ നിന്ന് എ ബിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ ഏത് പാത്തിലൂടെയാണ് പോവുക? ഇതാ ഈ കാണുന്ന റോഡിലൂടെ ഇങ്ങനെയാണ് അയാൾ പോകുന്നുണ്ടാവും അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് പോകാനുള്ള ഈ റോഡിലൂടെ അയാൾ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എവിടേക്ക് എത്തും? ബിയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഈ കേസിലെ ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ആസ് പെർ ഡെഫിനിഷൻ, ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. അയാൾ കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ഇയാൾ പോയ പാത്തുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ പാത്തുകളെല്ലാം എന്താ ഇങ്ങനെ വെച്ച്, ഇങ്ങനെ ചേർത്ത് വെച്ച് അതിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതാ എല്ലാ പാത്തുകളെയും നമ്മൾ സ്ട്രെയിറ്റ് ആയി വെച്ച് ആ ലെങ്ത് മെഷർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് അവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ അയാൾ കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? അയാൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ ഇതാണ്. ഇതിന് നമുക്ക് അയാളുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതേതാണ്? അയാളുടെ ഇനീഷ്യൽ പൊസിഷനാണ്. അപ്പോൾ ഇതെന്താ? അയാൾ ഫൈനലി റീച്ച് ചെയ്ത പൊസിഷനാണ്. നമ്മൾ അതിനെ വിളിക്കും ഫൈനൽ പൊസിഷൻ. സോ ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുക. എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇവിടുന്ന് ഇവിടേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. അവിടെയാണ് അടുത്ത ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയി പറഞ്ഞു അല്ലേ? ഈ പറയുന്ന ലെങ്ത് വലത്തോട് റൈറ്റ് സൈഡിലേക്ക് പോയാൽ അത് പോയിന്റ് ബിയിലെത്തില്ല, ലെഫ്റ്റിലേക്ക് പോയാലും ബിയിലേക്ക് എത്തില്ല. സ്പെസിഫിക് ആയി ഈ ഡയറക്ഷനിൽ തന്നെ പോയാൽ മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡയറക്ഷൻ ചേർത്ത് പറയേണ്ട ക്വാണ്ടിറ്റിയാണ്, അഥവാ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റിയാണ് നമ്മളുടെ ഡിസ്റ്റൻസ്. അതിൻ്റെ കൂടെ എന്ത് പറയേണ്ടതില്ല? അതിൻ്റെ കൂടെ നമുക്ക് ഡയറക്ഷൻ പറയേണ്ടതില്ല. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്കൊരു പ്രോബ്ലം പോലെ ഒരു കേസ് നോക്കാം. ഒരാൾ എഗെയിൻ ഒരു സർക്കുലാർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ എന്ന പോയിന്റിൽ നിന്ന് അയാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാളുടെ ജേണി അയാളിതാ എയിൽ തന്നെ അവസാനിച്ചു. മക്കളെ, നിങ്ങൾ പറ, എത്രയാണ് ഈ കേസിൽ അയാൾ കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ്? വളരെ ഈസിയാണ്. എ ആയിരുന്നു അയാളുടെ ഇനീഷ്യൽ പൊസിഷൻ. എയിലേക്ക് തന്നെയാണ് അയാൾ തിരിച്ചെത്തിയത്. സോ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. സോ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ് ആണ്. ഇത് മുതൽ ഇതുവരെ പോയപ്പോൾ അവർ കവർ ചെയ്ത പാത്തിൻ്റെ ലെങ്ത് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദിസ് സർക്കിൾ. ആ സർക്കിളിൻ്റെ സർക്കംഫറൻസിന് ഈക്വൽ ആണ്. സോ ഈ കാര്യം ക്ലിയർ ആണെങ്കിൽ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കായി തരുന്നു. ഇതാണ് പോയിന്റ് ബി. പോയിന്റ് ബിയിലെത്തുമ്പോൾ അയാളുടെ ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് എത്ര? ഈ കാര്യം നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.